കുടുംബത്തിനും കൂട്ടുകാർക്കുമൊപ്പം പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ ആർത്തുലസിക്കാൻ ആനമല ഹോം സ്റ്റേ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആനമല ഹോം സ്റ്റേ, തിരുവല്ലോമല. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ പട്ടാപ്പകലും കാട്ടാനയുടെ വിളയാട്ടം. ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് ചെറങ്കോണം ഒലിപ്പാറ നഗറിലാണ് പകലും കാട്ടാനകൾ ഇറങ്ങി ജനങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചത്. ഇന്നലെ രാത്രിയോടെ ഇറങ്ങിയ കാട്ടാനകൾ ചെറങ്കോണം അംഗൻവാടിക്ക് സമീപമുള്ള മുത്തളങ്ങാട്ടു വീട്ടിൽ മാലതി ടീച്ചർ, നാലുപുരച്ചോലയിൽ ഉണ്ണികൃഷ്ണൻ, നാലുപുരച്ചോലയിൽ നാരായണൻ നായർ, കുന്നത്ത് പള്ളിക്കര ബാലകുമാർ എന്നിവരുടെ വീട്ടുവളപ്പുകളിൽ കയറി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പുലർച്ചെ വീട്ടുകാർ എഴുന്നേറ്റപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. ഞങ്ങൾക്ക് ഇവിടെ രാത്രി ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കുറേ നേരം വരെ ലേറ്റായിട്ടാണ് ഉറങ്ങുള്ളൂ. എന്താ സംഭവിക്കാന്നറിയില്ല. അപ്പോൾ ഇന്നലത്തെ ഭയങ്കര മഴയത്താണ് ഈ ആന വന്നിറക്കണത്. ഇവിടെ ആർക്കും ചത്തം ചൂരും ഒന്നും കേട്ടില്ല. സാധാരണ ഒരു ആന വന്നു കഴിഞ്ഞാൽ നായ്ക്കൾ കുറച്ച് കരയ്ക്കാറുണ്ട്. ഇന്നലെ അതും കൂടെ കേട്ടിട്ടില്ല അവിടെ. അത് കാരണം കൊണ്ട് സർക്കാർ ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാക്കിയിട്ട് ഈ ശല്യം ഒഴിവാക്കി തരാനാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത്. രാത്രി മഴയായിരുന്നതിനാൽ തന്നെ ശബ്ദമൊന്നും കേട്ടിരുന്നില്ല. കാട്ടാനകൾ പ്രദേശത്ത് പകലും തമ്പടിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. പേടിയൊക്കെ ഉണ്ട്. ഈ പറഞ്ഞോളൂ, രാത്രി അവിടെ നിന്നൊക്കെ അല്ല ഇങ്ങോട്ട് ഇറങ്ങി വരണേ. അപ്പം പിന്നെ ഞങ്ങളുടെ ഒക്കെ വീടിൻ്റെ ഭാഗത്തേക്ക് വരാനും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. എല്ലാവർക്കും പേടി തന്നെയാണ്. ഇപ്പം ഇത്ര അടുത്തൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്കും പേടിയൊക്കെ ഉണ്ട്. വിവരമറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി സ്ഥലം സന്ദർശിച്ചു. 4 ദിവസം മുൻപും പ്രദേശത്ത് കാട്ടാന ഇറങ്ങിയിരുന്നു. വാർഡ് മെമ്പർ MP ഗിരിജ വല്ലഭനും സ്ഥലം സന്ദർശിച്ചു. ദിവസേന എന്നോണം ഈ പ്രദേശങ്ങളിൽ കാട്ടാനകളുടെ ശല്യം വർദ്ധിച്ചു വരികയാണ്. ആദ്യകാലങ്ങളിൽ വനപ്രദേശങ്ങളിലാണ് കാട്ടാന ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജനവാസ കേന്ദ്രങ്ങളിൽ, ഇന്നലെ എല്ലാം ജനവാസ കേന്ദ്രങ്ങളിൽ വന്ന് അവരുടെ കൃഷിക്കാരുടെ വാസസ്ഥലത്തിലുള്ള ആളുകളുടെ കൃഷി സാധനങ്ങൾ, ഉരുപ്പടികൾ നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ അടുത്ത ദിവസം അലി എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലേക്ക് അടുത്ത് നിൽക്കുന്ന മരം കുത്തിമറിച്ച് അതൊരു വീടിന്റെ മെയിൻ ഉത്തരങ്ങളെല്ലാം നശിച്ചു പോയി. വീട് നശിച്ച് അതിൻ്റെ ഉള്ളിൽ 5 ആള് താമസക്കാരുണ്ടായിരുന്നു. അവരുടെ ജീവനും ഒക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ നാട്ടുകാർക്ക് വളരെ സഹിക്കാൻ വയ്യാത്ത ഒരു പ്രശ്നമായിട്ടുണ്ടാകും എന്നുള്ളതാണ്. റോഡ് മുറിച്ചു കിടക്കുന്ന അവസ്ഥയുണ്ടായാൽ തൊട്ടടുത്ത് വിവിധ തരത്തിലുള്ള കച്ചവട സ്ഥലങ്ങളും റേഷൻ കടകളും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഇതെല്ലാം വന്ന ആന അതിൻ്റെതായ ആ കാര്യങ്ങൾ അനുഭവിച്ചറിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് വിട്ടുപോകാത്തൊരവസ്ഥയും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ ഒരു നഷ്ടം സംഭവിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഒരാനയല്ല, 3 ആനകൾ ഇവിടെ സ്ഥിരമായിട്ട് 3 ആനകളുണ്ട്. ആ 3 ആന ഉണ്ട് എന്നുള്ളത് ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാവുന്നതാണ്. 3 ആന ഇന്നലെ അവിടെ വന്നിട്ടുണ്ട്. 3 ഭാഗത്ത് ആന ഒരേ സമയത്ത് 3 ഭാഗത്ത് വന്നിട്ടുണ്ട്. അത് നമുക്കറിയാം, അതിൻ്റെ രീതികൾ കണ്ടാലും അറിയാം. അപ്പോൾ ആന ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. 3 അല്ല, നമ്മുടെ ഈ ഭാഗത്ത് 3 ഉണ്ട്. 3 അല്ല, 17 ആനകളുണ്ട് എന്നാണ് ഫോറസ്റ്റുകാർ പറയുന്നത്. 17 ആനകൾ. ആ 17 ആന ഇവിടുന്ന് വിട്ടുപോയിട്ടില്ല, ഒരെണ്ണം വിട്ടുപോയിട്ടില്ല. അതിന് ഇവിടുന്ന് ഞങ്ങൾ ഈ പഞ്ചായത്ത് മെമ്പർമാരടങ്ങുന്ന, എൻ്റെ കൂടെയുള്ള പഞ്ചായത്ത് മെമ്പർമാരടങ്ങുന്ന ഒരു നിവേദക സംഘമാണ് ആദ്യമായി മന്ത്രി ഷിബു ബേബി ജോണിനെ പോയി കണ്ടത്. ഷിബു ബേബി ജോണിനെ കണ്ട് 500 ആൾ ഒപ്പിട്ടിട്ടുള്ള മാസ് പെറ്റീഷൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയും ഇവിടുത്തെ സ്ഥിതിവിശേഷങ്ങളെല്ലാം പറഞ്ഞു ധരിപ്പിക്കുകയും ചെയ്തപ്പോൾ എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഇടപെടാമെന്ന് അദ്ദേഹം ഞങ്ങളെ അറിയിച്ചതാണ്. അത് കഴിഞ്ഞിട്ടാണ് മുള്ളൂർക്കര പഞ്ചായത്തുകാർ പോയിരിക്കുന്നത്. അത് അവരോടും ഇതേ സംഗതി തന്നെ പറഞ്ഞിരിക്കുന്നത്. എല്ലാ ഭാഗത്തും ഇവിടെ മുള്ളൂർക്കര പഞ്ചായത്തിലെ ആറ്റൂര്, മണലാടി, പാഞ്ഞാൾ പഞ്ചായത്തിലെ ചെറങ്കോണം, ഉതുവടി എല്ലാ പ്രദേശങ്ങളിലും എല്ലാ ദിവസവും ഒന്ന് ഇടപെട്ടുള്ള ദിവസങ്ങളിൽ ആന ഇറങ്ങുന്ന ഒരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സത്വരമായ ഒരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ എന്തും സംഭവിക്കാവുന്ന ഒരവസ്ഥയാണ് ഈ പ്രദേശത്തുള്ളത്. ആ അവസ്ഥയ്ക്ക് ജനങ്ങൾ രാത്രികാലങ്ങളിൽ ഉറങ്ങാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെയുള്ളത്. അവരുടെ സ്വത്ത് നശിച്ചുപോയി, മുതൽ നശിച്ചുപോയി. ജീവൻ പോവാതിരിക്കാനുള്ള ഒരു അവസ്ഥയിലാണ് അവരിയ്ക്കുന്നത്. ജീവൻ പോവാതിരിക്കാൻ.
മനോഹരമായ അന്തരീക്ഷത്തിൽ മികച്ച അതിഥി മന്ദിരമായി തിരുവില്ലാമലയിലെ ആനമല ഹോം സ്റ്റേ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള നീന്തൽക്കുളവും വിനോദ നിമിഷങ്ങൾക്കായി ഒന്നാന്തരം പാർക്കും നൂതന ഗെയിമുകളും. പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള അതിവിപുലമായ താമസ സൗകര്യങ്ങൾ. കൂടാതെ തനത് കൈത്തറി വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന് പരമ്പരാഗത തറികളും. വിവാഹം, മറ്റാഘോഷങ്ങൾ, ബിസിനസ് മീറ്റിംഗുകൾ എന്നിവയ്ക്കായി AC, non-AC ഹെറിറ്റേജ് ഹാളുകൾ. വ്യത്യസ്ത രുചിലോകവുമായി നാടൻ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ടേക്ക് എ ബ്രേക്ക് കഫേ തിരുവില്ലാമലയും ആനമല ഹോം സ്റ്റേയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവില്ലാമല. ഫോൺ 9845128760.